ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഏറ്റവും ഡിമാൻഡുള്ള ഒരു മേഖലയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. വേൾഡ് വൈഡ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ ഏതൊരു ഹോസ്പിറ്റൽ എടുക്കുവാണെങ്കിലും അവിടെ ആദ്യം ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടാകും എന്നുള്ളത്. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു കൊറിയർ കമ്പനിയിലാണോ എനിക്ക് ജോലി കിട്ടുന്നത്. പലർക്കും അതിൽ ഇപ്പോഴത്തെ ഒരു പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പലർക്കും അതിൻ്റെ ഒരു മേഖല അറിയില്ല. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് റിയലൈസ് ചെയ്തു, കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യത്തുള്ളൂ. ലോക്കലി കിട്ടുന്ന അല്ലെങ്കിൽ ലോക്കലി കണക്ട് ആയിട്ടുള്ള ഒരു ജോലിയല്ല. നമ്മൾ ഈ കണ്ണിൽ കാണുന്ന എന്ത് പ്രൊഡക്റ്റും എന്ത് കമ്പനിയിലും ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് വേക്കൻസീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയുന്ന എപ്പോഴും ആണ്, ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടുതലും ഒരു 90% ആളുകളും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുന്ന ആളുകളല്ല. അവനൊരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് ആവശ്യമുള്ള ഒരു സ്കിൽ അക്വയർ ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് പോകുന്നതെങ്കിൽ അവന് പിന്നെ ഒരു സെക്കൻഡ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഡേ തൊട്ട് ജോലി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇവൻ എറണാകുളത്ത് വന്നൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലും കോഴ്സ് എടുക്കാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുന്ന ആളുകളുണ്ട്. നോർമൽ ഡിഗ്രീസ് ഒക്കെ എടുക്കുന്ന പിള്ളേർ കൂടുതലും. അതെ. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. വൈ ഐ ചൂസ് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്ര രൂപ സാലറി എന്ന് പറയുന്നതിലുപരി പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കും. ഇത്ര സ്റ്റേജ് വരെ എനിക്ക് ഇന്നതായിരിക്കും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് എങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെ പോയാൽ നല്ലൊരു ജോലി കിട്ടും എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കോഴ്സാക്കി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാക്കി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ആവുന്നത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. നമുക്കറിയാം, എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രീസ് അല്ലെ എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോഴ്സുകളുണ്ട്, ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ 2 പേര് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, എസ്പെഷ്യലി ഈ കോഴ്സിനെ പറ്റി. സോ ഐ എം വെൽക്കമിങ് യു. ഈ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പില്ലേഴ്സ് ആയിട്ടുള്ള 2 പേര്. ഹലോ. താങ്ക് യു. അപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മുഹമ്മദ് ഷാഫി, CEO ആണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് കോഴ്സുകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സ്, അതുപോലെ തന്നെ AI ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരു 10ഓളം കോഴ്സുകൾ നമ്മളിപ്പോൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 11 വർഷക്കാലമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ദർശന. ഹായ്. ഞാൻ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ 11 വർഷമായിട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഫ്രം ദ സ്റ്റാർട്ടിങ്. അതെ, അല്ലേ, സ്ക്രാച്ചോടുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ്, അതായത് സ്റ്റുഡൻസിനെ ഒന്ന് സ്കില്ലപ്പ് ചെയ്യുക, അവരൊന്ന് മോൾഡ് ചെയ്ത് ഒരു ഇൻഡസ്ട്രി ഡിമാൻഡഡ് പേഴ്സണാക്കി മാറ്റുക എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറേ ചലഞ്ചസ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 2015-14 ആ ടൈമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്? ആ ഒരു നമുക്കറിയാം 2014 ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ആ സമയത്ത് ജോലിയില്ലാതെ, ഈവൻ ഞാനാണെങ്കിലും എൻജിനീയറിങ് കഴിഞ്ഞ് എന്ന് വെച്ചാൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. എൻജിനീയറിങ് ഞാനല്ല, ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അത് മെക്കാനിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് എങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെ പോയാൽ നല്ലൊരു ജോലി കിട്ടും എന്നറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നാണ് ഒരു മോട്ടീവ് വന്നത്. പഠിച്ചിറങ്ങിയാലും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്റ്റുഡൻസിന് അറിയില്ല എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊരു കോഴ്സാക്കി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാക്കി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ആവുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലായി, ഈ പറയുന്ന ഷോർട്ട് ടൈം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുത്തപ്പോൾ റിഫൈനറികൾ, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകൾ, പ്രൊഡക്ഷൻ ഫീൽഡുകൾ, ഈ ഫീൽഡുകളിലേക്ക് ഒരുപാട് മാൻ പവർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് ട്രെയിനിങ് കൊടുത്ത് മോൾഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നാളെ സ്റ്റുഡൻസ് നമ്മളെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളൊരു സിറ്റുവേഷൻ ആവും. അപ്പോൾ ആ ഒരു മോട്ടീവാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു റീസൺ. പിന്നെ ഇതുപോലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം തിങ്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവാം. നോർമൽ കോഴ്സും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. സോ അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും?
ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കംപ്ലീറ്റ്ലി ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഒരു ആഫ്റ്റർ ഡിഗ്രി ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത് അവർക്ക് ഇവിടുന്ന് ഇറങ്ങിയ ഒരു ജോബ് കിട്ടും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ നോളജാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് അവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് തന്നെ ആയിരിക്കണം അവരെ ട്രെയിൻ ചെയ്യുന്നത്. അതായത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സിൽ നിന്നായിരിക്കണം അവർക്ക് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടണം. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ അതായിരുന്നു. കാരണം ഇൻഡസ്ട്രി ഇതൊരു ഹൈ പെയ്ഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ ഈ ഒരു ടീച്ചിങ് സെക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് അതിന് പറ്റുന്ന രീതിയിൽ അവരുടെ സാലറി സെറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് കറക്റ്റായിട്ട് അപ്ഡേഷനോടുകൂടി ഒരു ജോബിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര ഭീകരമാണല്ലേ സ്റ്റുഡൻസ് നോക്കുമ്പോൾ. അതും നമ്മൾ ഫിൽറ്റർ ചെയ്ത് വേണ്ടേ കൊണ്ടുവരാൻ ഈ ട്രെയിനിങ്. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഫിൽട്രേഷൻ നിങ്ങൾക്കൊരു പ്രോസസ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടീമിനെ ഇൻഡസ്ട്രി ട്രെയിനിങ്ങിന് കൊണ്ടുവരിക? അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പം നമുക്കൊരു ഈവൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവൻ ആദ്യം ഡിസൈഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററിലോട്ട് വരുമ്പോൾ നമ്മൾ പറയും ഇന്ന മേഖലകളിലോട്ട് നിനക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് ഓരോ ആളുകളുടെ അവരുടെ പാഷൻ അനുസരിച്ചാണ് അവരത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി പോകാനായിരിക്കും ഇൻട്രസ്റ്റിംഗ് വരുമോ, ചില ആളുകൾക്ക് അതിലുപരി പ്രൊഡക്ഷൻ മീൻസ് ഇപ്പോൾ ഓട്ടോമൊബൈലിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ പോകാനായിരിക്കും ഇൻട്രസ്റ്റ് വരിക. ചില ആളുകൾക്ക് വേണ്ട നാട്ടിൽ തന്നെ ഉള്ള നമുക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഈവൻ റിഫൈനറീസിലോ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ഈ പറയുന്ന കോഴ്സുകൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മെക്കാനിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ, ഇപ്പോൾ ഡിസൈനിങ് ബേസ് ചെയ്തിട്ടാണെങ്കിലും സ്കിൽ ബേസ്ഡ് ആണെങ്കിലും ഒരുപാട് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെയും കൂടെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നൊരു കോഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് സജസ്റ്റ് ചെയ്യും. അതിൽ നിന്നാണ് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതായിരുന്നു. നമ്മളിപ്പോൾ ഉള്ള ഓരോ കോഴ്സിൻ്റെയും അതിൻ്റെ സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, പിന്നെ ഹോസ്പിറ്റാലിറ്റി, പിന്നെ ഓഫ് കോഴ്സ് ലോജിസ്റ്റിക്സ് സപ്ലൈ അല്ലേ, ലോജിസ്റ്റിക്സ്. അപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് എന്നുള്ളൊരു ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധ്യതയെ പറ്റി ഇപ്പോൾ പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൈ സാലറി വാങ്ങിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ പലർക്കും അത് അറിയില്ലായിരിക്കും. അപ്പം ഈ ഒരു ഫീൽഡുമായിട്ട് കണക്റ്റ് ആവുന്ന ആളുകൾക്കാണ് അത് പെട്ടെന്ന് അറിയാൻ ആൾക്കാർക്കാണ് നോളജ് ഉള്ളൂ. അല്ലാത്ത ഒരു നോർമൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അറിയില്ല. ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ഏറ്റവും ഡിമാൻഡുള്ള ഒരു മേഖലയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത് മാത്രമല്ല അതിന് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് വേൾഡ് വൈഡ്. ഇന്നൊരു കൺട്രിയിലാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നുള്ളതല്ല, വേൾഡ് വൈഡ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതിലുപരി ഇതിനകത്തൊരു ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ അല്ല. ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഈ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരാൾക്കും ഈ ഒരു ഫീൽഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവന് അതിലേക്ക് ആവശ്യമുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. ഇന്നൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ളത്. ഏത് മേഖലയും, ഈവൻ ഡോക്ടേഴ്സിനാണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല ആവശ്യമുണ്ട്, നഴ്സസിനാണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസിൽ ആവശ്യമുണ്ട്, എഞ്ചിനീയേഴ്സിനാണെങ്കിലും ആവശ്യമുണ്ട്. ഈവൻ 10th പാസ്സായിട്ടുള്ള ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സ്കില്ല് മോൾഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ലോക്കലി കിട്ടുന്ന അല്ലെങ്കിൽ ലോക്കലി കണക്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയല്ല. കാരണം വേൾഡ് വൈഡ് ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ ഇതിലേക്ക് ആളുകൾക്ക് ഇപ്പം അധികം നോളജ് ഇല്ലാത്ത ഒരാൾക്കിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു മേഖല. റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിലെ അവരിലേക്ക് ഒരു പെർട്ടിക്കുലർ ജോബിലേക്ക് അവർ എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് ഈസി ആയിട്ട് ആ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഉപരി ഈ പറയുന്ന സ്കില്ലോടുകൂടെ തന്നെ നാളെ അവർക്ക് ആ ഒരു ഇൻഡസ്ട്രി പോയിട്ട് അവർ പിന്നെയും ട്രെയിനിങ് എടുത്ത് അല്ലെങ്കിൽ 3 മാസം 6 മാസം വീണ്ടും അവർ ട്രെയിനിങ് എടുത്തൊരു സിറ്റുവേഷൻ വരത്തില്ല. നേരെ അവർക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ലോജിസ്റ്റിക്സ് അത് നമുക്ക് പറയേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാൽ ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണ് ആ ഒരു ഫീൽഡിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. നമുക്കറിയാം എന്തൊരു പ്രൊഡക്റ്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു കൊറിയർ കമ്പനിയിലാണോ എനിക്ക് ജോലി കിട്ടുന്നത്. എന്നുവെച്ചാൽ പലർക്കും അതിൽ ഇപ്പോഴത്തെ ഒരു പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പലർക്കും അതിൻ്റെ ഒരു മേഖല അറിയില്ല. നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കറിയാം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ സപ്പോർട്ടോട് കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ തൊട്ടല്ല, അതിൻ്റെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന അവിടുന്ന് തൊട്ടിട്ട് ഇത് യഥാർത്ഥ ഒരു പ്രൊഡക്റ്റായി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ ഒരു ലൊജിഷ്യൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതെ. അപ്പോൾ അത്രയും വൈഡായിട്ടുള്ള നമ്മൾ ഈ കണ്ണിൽ കാണുന്ന എന്ത് പ്രൊഡക്റ്റും
എന്ത് കമ്പനിയിലും ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്രയും വൈഡ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളത്. പിന്നെ ഈവൻ നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ നമുക്ക് പല ആളുകളുടെയും ജോലി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ പിടിച്ചു നിന്നൊരു മേഖലയാണ് ലോജിസ്റ്റിക്സും ഈ പറയുന്ന ഹോസ്പിറ്റൽ മേഖലയും. ഈ രണ്ട് മേഖലയും മറ്റെല്ലാ മേഖലയും നിശ്ചലമായപ്പോഴും ഈ പറഞ്ഞ രണ്ട് മേഖല അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതെ 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 നല്ല രീതിയിൽ പോയിക്കൊണ്ട്. അപ്പോൾ ജോബിന് അവിടെ ഒരു ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞ ആവശ്യമായിട്ടുള്ള ഒരു നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് സ്റ്റുഡൻസിന് എത്താൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇനി ഹോസ്പിറ്റാലിറ്റി എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ നമ്മളൊക്കെ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫീൽഡും തീർച്ചയായിട്ടുമാണ് ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും. നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോവിഡിന് മുൻപ് ഈ ഒരു കോഴ്സ് വലിയൊരു പോപ്പുലാരിറ്റി ഇതിനില്ല. ആഫ്റ്റർ കോവിഡാണ്, കാരണം ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് റിയലൈസ് ചെയ്തു, കാരണം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുമ്പൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാളിനെ ഹയർ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഒരു എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അവരുടെ ഡിമാൻഡുണ്ട്. ഇന്നൊരു സ്കില്ലുള്ള ഒരാൾ മതി എൻ്റെ ഹോസ്പിറ്റലിൽ, അങ്ങനെ ഒരാൾ വർക്ക് ചെയ്താലേ കറക്റ്റ് ആവത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് എംപ്ലോയേഴ്സിനും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആളിനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തും. അപ്പോൾ കേരളത്തിൽ തന്നെ പല ഹോസ്പിറ്റൽസും നമ്മുടെ സ്റ്റുഡൻസിനെ മാത്രം ഹയർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? അതെ, അതായത് ഇവർക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് മുതൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, അയാളുടെ അസുഖമൊക്കെ അയാൾക്ക് സുഖമായി, അയാൾ പോയി ഒരു റിവ്യൂ ചെക്കപ്പ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. നമ്മളുടെ ഒരു പേഷ്യൻ്റ് ID നമ്പറുമായിട്ടാണ് ചെല്ലുന്നത്. വേറെ നമുക്കിപ്പം എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽസ് ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അതെ, നമ്മളുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ത്രൂ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം സർട്ടൻ ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ടൈപ്സ്, അല്ലെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റ് ആണല്ലോ ഫോർ ദ സ്റ്റുഡൻസ്. എല്ലാവരും പാർട്ട്ണർഷിപ്സ്, ഇൻഡസ്ട്രി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്, അതും അവർക്ക് കിട്ടുന്നത് വെച്ച് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 11 വർഷക്കാലമായി ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പല ഇൻഡസ്ട്രികളുമായിട്ട് നമുക്ക് ടൈപ്സ് ഉണ്ട്. കാരണം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കമ്പനികളും ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മളിൽ നിന്ന് മാത്രം ഈ പറയുന്ന എംപ്ലോയീസിനെ എടുക്കുന്ന പല കമ്പനീസും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കോഴ്സ് കഴിഞ്ഞു, ഫ്രഷർ ലെവലിൽ നമുക്ക് ഇത്ര ആളുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ മാസവും നമുക്ക് റിക്വയർമെൻറ്റ് തരും. അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്റ്റുഡൻസിനെ ആ കമ്പനികളിലേക്ക് ഫില്ല് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈവൻ ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ മാത്രമല്ല പുതിയ കമ്പനികൾ, അപ്പോൾ ഞങ്ങൾക്ക് അതിനായിട്ട് തന്നെ വലിയൊരു വിങ് നമുക്കുണ്ട്. ഈ പറയുന്ന കമ്പനികൾ, പുതിയ കമ്പനികൾ, എത്ര കമ്പനികൾ വരുന്നു, ആ കമ്പനികളുമായിട്ട് ടൈപ്സ് ഉണ്ടാക്കുക, അതിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എത്തിക്കുക. ഇൻ കേസ് ജോബിനല്ലെങ്കിൽ കൂടെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കമ്പനികളിൽ നമുക്ക് ഈ പറയുന്ന ഇൻറ്റേൺഷിപ്സുകൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ടോപ്പ് ഹോസ്പിറ്റലുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഈ പറയുന്ന ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ തന്നെ പ്ലേസ്ഡ് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഏത് മേഖല എടുത്താണെങ്കിലും അവിടെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കോഴ്സുകളിൽ ഏത് മേഖലയിലും ഏതൊരു കമ്പനി എടുക്കുകയാണെങ്കിലും അവിടെ മിനിമം ഒരു സ്റ്റുഡൻ്റെങ്കിലും ഈ പറയുന്ന ആദ്യയിലും ഉണ്ടാകും. ഇപ്പം നമ്മൾ കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കോൺഫിഡൻറ്റോടുകൂടെ പറയാൻ പറ്റും, ഏതൊരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിലും അവിടെ ആദ്യയിൽ ഒരു സ്റ്റുഡൻ്റെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന കേരളത്തിലാണെങ്കിലും കേരളത്തിൻ്റെ പുറത്താണെങ്കിലും ഒരുപാട് കമ്പനികൾ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ അവരാണെങ്കിലും ബിസിനസ് അല്ലെ ഇൻഡസ്ട്രീസ് ആണെങ്കിലും ക്വാളിറ്റി അറിഞ്ഞ് ആൾക്കാരെ പിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അവർക്ക് അത്രയുമധികം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച വ്യക്തികളാകുമ്പോൾ ദേ ക്യാൻ പിക്ക് എന്നുള്ളൊരു കോൺഫിഡൻസും ധൈര്യവും തന്നെയാണോ ഈ പറഞ്ഞത്? അതെ. ഇപ്പോൾ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ആഫ്റ്റർ കോവിഡാണ് കുറച്ചും കൂടി പോപ്പുലർ ആയത്. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് ഒരു എംപ്ലോയി, ഇപ്പോൾ നമ്മളൊക്കെ പല ഓഫീസുകളിൽ ഇരിക്കുന്നത്, അപ്പോൾ ഒരു എംപ്ലോയി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഒരു ഫസ്റ്റ് ഡേ കൊണ്ടോ ഫസ്റ്റ് വീക്ക് കൊണ്ടോ ഫസ്റ്റ് മന്ത് കൊണ്ടോ ഒരു കമ്പനിക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽസിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ഇപ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ മാത്രമല്ല
അതുപോലുള്ള ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഈ ഒരു കമ്പനികളിലേക്കുള്ള റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈവൻ ഹോസ്പിറ്റലാണെങ്കിലും ലോജിസ്റ്റിക്സ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഈ എംപ്ലോയി കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ HIS സോഫ്റ്റ്വെയർ, ഈ പറയുന്ന ഏതൊരു മൾട്ടിനാഷണൽ ഈവൻ ചെറിയ ക്ലിനിക്ക് ആണെങ്കിൽ വരെ ഈ പറയുന്ന HIS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ഈ പറയുന്ന കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ട്രെയിനിങ് ഇവർക്ക് നേരത്തെ ഒരു സെൻറ്ററിൽ നിന്ന് കിട്ടുവാണ്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം, ഇപ്പോൾ ഒരു ഡിഗ്രി പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു സ്റ്റുഡൻറ്റിനെയാണ് അവർ ഹയർ ചെയ്യുന്നതെങ്കിൽ ഇവൻ A to Z ഈ കാര്യങ്ങൾ ഈ സ്റ്റുഡൻറ്റിനെ വീണ്ടും പഠിപ്പിക്കേണ്ടി വരും. എന്താണ് HIS സോഫ്റ്റ്വെയർ, എന്താണ് ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ്, അതുപോലെ എന്താണ് അവരുടെ ക്വാളിറ്റി, എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എല്ലാം നമ്മൾ A to Z പഠിപ്പിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഇതുപോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇവന് ഫസ്റ്റ് ഡേ തൊട്ട് വർക്ക് കൊടുക്കാം. ഈ കാര്യങ്ങൾ ട്രെയിൻഡാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവൻ ട്രെയിൻഡാണ്. അതാണ് ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഡിഗ്രി പഠിച്ച ഒരാൾക്ക് ഏത് മേഖലയിലോട്ടും പോകാം. അവനൊരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കിൽ അക്വയർ ചെയ്തിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ മേഖലയിലേക്ക് പോകുന്നതെങ്കിൽ അവന് പിന്നെ ഒരു സെക്കൻഡ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല, ഫസ്റ്റ് ഡേ തൊട്ട് ജോലി ചെയ്യാൻ പറ്റും. അതാണ് പോളിഷ്ഡായിട്ടാണ് വരുന്നത്. അതെ, അതുകൊണ്ടാണ് ഇതുപോലുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പനികൾ നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള റീസൺ. നിങ്ങൾക്ക് അവിടെ ഇന്ന കോഴ്സ് കഴിഞ്ഞുള്ള ആളുകളുണ്ടോ? അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കമ്പനികൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. മീൻസ് ഇന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ന കാൻഡിഡേറ്റ്സിന് നമുക്ക് ഇത്ര നമ്പേഴ്സ് വേണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രെയിനിങ് ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് കമ്പനികൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കമ്പനിയുടെ ഓരോ വർഷത്തെയും അപ്ഡേഷൻ അനുസരിച്ചാണ് നമ്മുടെ കോഴ്സ്. ഒരു പെർട്ടിക്കുലർ സിലബസ് ഉണ്ടാക്കി അതിനെ വർഷങ്ങൾ ഫോളോ ചെയ്യുമല്ല, ഓരോ വർഷവും നമ്മൾ ഈ പറഞ്ഞ സിലബസിൽ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും. അവരുടെ അപ്ഡേഷൻ അനുസരിച്ച് ചേഞ്ചുകൾ വരുത്തി ആ ഒരു കണ്ടൻറ്റാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു സമയത്തും ഈ പറയുന്ന കാൻഡിഡേറ്റിനെ ഈ കമ്പനികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ, പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വലിയൊരു ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതിപ്പം ഏത് സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അലുമിനീസ് ഉണ്ടാവും, ടെസ്റ്റിമോണിയൽസ് ഒരുപാട് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ അവർ ഒന്നുകൂടെ റീഅഷ്യൂർ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ് വാട്ട് അബൌട്ട് എത്ര കമ്പനീസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും നമ്മൾ പിക്ക് ചെയ്യാൻ ഇവിടെ യൂഷ്വലി വരുന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്ലേസ്മെൻറ്റ് സെൽ അല്ലെങ്കിൽ ഹൗസ്. അതെ, നമുക്കൊരു സ്ട്രോങ് പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. ഒരു 30-40 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഓരോ ബ്രാഞ്ചിലും ഉണ്ട്. അപ്പോൾ അവിടുന്ന് പർട്ടിക്കുലർ കോഴ്സ് കഴിയുന്ന സ്റ്റുഡൻസിന് പിന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ത്രൂ ആയിരിക്കും. അതായത് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ ഇവരുടെ ഒരു അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, ആ ഒരു രീതി കംപ്ലീറ്റ്ലി ഒരു ഇൻ്റർവ്യൂ ഗ്രൂമിങ് മുതൽ ഈ പറഞ്ഞ പ്ലേസ്മെൻറ്റ് സെല്ല് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏത് കമ്പനിയിലേക്ക് ഒരു 3-4 സെക്ഷൻ ഗ്രൂമിങ് സെക്ഷൻ കഴിഞ്ഞായിരിക്കും സ്റ്റുഡൻറ്റ് ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ഫിയർ ഇല്ലാതെ അവർക്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇവരെ ട്രെയിൻ ചെയ്ത് നടക്കുന്നത് നമ്മളുടെ പ്ലേസ്മെൻറ്റ് സെല്ലാണ്. അപ്പോൾ ആ ഒരു പ്ലേസ്മെൻറ്റ് സെൽ ത്രൂ ഇപ്പം പല കമ്പനീസിൽ നിന്നും ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വേക്കൻസീസ് സ്റ്റുഡൻസിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ചിലപ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മേഖലയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഏതാണോ താല്പര്യം, ഇപ്പോൾ ഗേൾസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു പോകാനൊരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ കാരണം അത് പറ്റില്ല. അപ്പോൾ അവരുടെ ഇത് നോക്കിയിട്ട് അങ്ങനത്തെ ഉള്ള ഇപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ വീടിന് നിയർ ബൈ ലൊക്കേഷൻസ് ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ലൊക്കേഷൻസ് പ്രിഫർ ചെയ്യുന്നവരെ അതിനനുസരിച്ച് ഉള്ള ജോബിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അതായത് അവരവർക്ക് ആപ്റ്റായിട്ടുള്ള അവരുടെ സാഹചര്യം മനസ്സിലാക്കി നമുക്കത് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ചില ആളുകൾ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ ഇന്നൊരു കോഴ്സ് എടുക്കുന്നെങ്കിൽ നമുക്ക് കേരളത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് നിൽക്കാൻ. ചില ആളുകൾ പറയും പല കോഴ്സുകൾ പഠിക്കും എന്നിട്ടും എനിക്ക് നാട് വിട്ടു പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. അപ്പോൾ നമ്മൾ അവർ വരുമ്പോഴേ പറയും ഇന്ന കോഴ്സുകൾക്ക് ഇന്ന സ്ഥലങ്ങളിലാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ആപ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുക, മീൻസ് നമ്മളല്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ കോഴ്സ് ചെയ്ത് ഇന്ന സ്ഥലങ്ങളിലായിരിക്കും ജോലി കിട്ടും. അതല്ല ചില സാറിന് എനിക്ക് നാട്ടിൽ തന്നെ, ഇപ്പോൾ ഈവൻ ഗേൾസ് ആണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ജോബുണ്ടോ, അല്ലെങ്കിൽ GCCയിലോട്ട് പോകാൻ പറ്റുന്ന ഗൾഫ് കൺട്രീസിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സ് ഏതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റുഡൻസിന് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ മേഖലയൊക്കെ എടുക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഈവൻ നാട്ടിൽ നിൽക്കുന്നവർക്ക് നാട്ടിൽ നിൽക്കാം. വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മേഖല. ഈവൻ ഇപ്പോൾ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഭയങ്കര കുറവാണ്. ഈവൻ ഒരു സ്റ്റുഡൻറ്റ്
സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയുകയാണ് എനിക്ക് എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് തന്നെ ജോലി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല, സാധ്യത കിട്ടൂല എന്നുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് നമുക്ക് റിഗോ അല്ലെങ്കിൽ റിഫൈനറിയോ ഇല്ല. അപ്പോൾ അത് എവിടങ്ങളിലായിരിക്കും ജോലി കിട്ടുക എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവരെ കോഴ്സ് ചെയ്യാൻ പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏത് ഫീൽഡിലുണ്ട്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുക്കെ നമ്മൾ യുണീക്കായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ വൈ ഐ ചൂസ് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട്? നമ്മളുടെ ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ആണ് നമുക്ക് മെയിൻലി, അതായത് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവരെ മാറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചൊരു സിലബസ് വെച്ചിട്ട് ഇപ്പോഴും ഇപ്പം നമ്മളുടെ ഒരു ട്രഡീഷണൽ ഡിഗ്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം നമ്മളുടെ പേരൻസ് പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു ജോബിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ എംപ്ലോയർ ആ ഒരു രീതിയിലല്ല നോക്കുന്നത്, ഇപ്പോഴത്തെ കറൻ്റ്ലി അവർക്ക് വേണ്ടുന്ന സ്കിൽസ് എന്താണ്, ആ ഒരു രീതിയിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് കൊടുത്തുകൊണ്ടാണ് നമ്മളിവരെ ട്രെയിൻ ചെയ്യുന്നത്. അതേപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അവരുടെ മെൻറ്റർഷിപ്പ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള നമ്മളുടെ ട്രെയിനിങ്ങും അതേപോലെ നമ്മൾ കൊടുക്കുന്ന പ്ലേസ്മെൻറ്റ് സപ്പോർട്ടുമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രി ടൈഅപ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് എനിക്ക് വേക്കൻസീസ്, അങ്ങനത്തെ ഐഡിയാസ് അവർക്കുണ്ടാവില്ല. അപ്പോൾ അവരെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മെയിൻലി ഞങ്ങളുടെ ഈ ഒരു ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റും തന്നെയാണ് നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അക്കാഡമിക്, ഇപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അക്കാഡമിക്സ് ആണല്ലോ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാരലലി ഇപ്പോൾ അവർക്കൊരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് സെഷൻ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അല്ലെങ്കിൽ അവരെ മോൾഡ് ചെയ്യുന്ന രീതി, അവരെ മെൻറ്റർ ചെയ്യുന്ന രീതി, അതിനും വാല്യൂ കൊടുക്കണമെന്നുള്ളത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമല്ലേ? അതെങ്ങനെയാണ് നമ്മൾ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു, ഇപ്പോൾ ഇവന് ഒരു പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ്, ഇപ്പോൾ ഇവൻ ഇൻ്റർവ്യൂ ട്രെയിനിങ് വേണം, അവൻ്റെ ഗ്രൂമിങ് ട്രെയിനിങ് വേണം, പേഴ്സണാലിറ്റി ട്രെയിനിങ് വേണം. ഞങ്ങളുടെ ഓരോ കോഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. ചുമ്മാ കോഴ്സ് പഠിപ്പിച്ച് വിടുക എന്നല്ല, മീൻസ് ഞങ്ങളത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്റ്റുഡൻറ്റ് ഒരു കമ്പനി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവൻ റിജക്റ്റ് ആവരുത്. അപ്പോൾ അവൻ ഫസ്റ്റ് അവൻ ഫേസ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അവന് ഒരു അക്കാഡമിക്കലി പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അവനൊരു ജോബിൽ ഇന്നത്തെ കാലത്ത് ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു കമ്പനിയിലേക്കാണ് അവൻ പോകുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ അവൻ എടുക്കണമെന്നുള്ള അവനെ കുറേ കാര്യങ്ങൾ നമ്മൾ മോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഈവൻ അവൻ്റെ അക്കാഡമിക്കലി ആണെങ്കിലും അവൻ്റെ പേഴ്സണാലിറ്റി ബേസ്ഡ് ആണെങ്കിലും ഇൻ്റർവ്യൂ സ്കില്ലാണെങ്കിലും ലാംഗ്വേജ് സ്കില്ലാണെങ്കിലും ഇതെല്ലാം നമ്മൾ ഈ കോഴ്സിൻ്റെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാപനത്തെ അല്ലെങ്കിൽ മറ്റു കോഴ്സ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും വേറിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ പാരൻസ് അതും ഒരു മെയിൻ ഫാക്ടർ ആയിരിക്കും. ഫ്രം ദ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ അവരുമായിട്ടുള്ളൊരു റാപ്പോ അല്ലെങ്കിൽ അവരെയും ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വന്നേക്കാം പല കാര്യങ്ങളും, ട്രാൻസ്പെറൻസിയുടെ കാര്യമാണെങ്കിലും. സോ പാരൻസുമായിട്ടുള്ള ആ ഒരു ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പേരൻസിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സ്റ്റുഡൻസ് പല രീതി, ഇപ്പോൾ ഈവൻ അവന് ചിലപ്പോൾ ഈവൻ എറണാകുളത്ത് വന്നൊന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലും കോഴ്സ് എടുക്കാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുന്ന ആളുകളുണ്ട്. നോർമൽ ഡിഗ്രീസ് ഒക്കെ എടുക്കുന്ന പിള്ളേർ കൂടുതലും. അതെ. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതകൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും, എൻക്വയറിക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് പേരൻസുമായിട്ട് വരണം. അപ്പോൾ പേരൻസിന് മനസ്സിലാക്കണം, എൻ്റെ പേരൻസിനും അറിയാം ഇപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ മോനെ ഇന്ന സ്ഥലങ്ങളിലോട്ട് ജോലിക്ക് വിടണ്ടേ എന്നൊക്കെ ഇപ്പോഴത്തെ കാലം ഇപ്പോഴും നമ്മുടെ പേരൻസിനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന രീതിയിലേക്കുള്ള അഡ്മിഷനിലേക്ക് പോകുന്നത്. ഈവൻ പേരൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പേരൻസ് തന്നെ ഡിസൈഡ് ചെയ്യുന്നൊരു, ഈവൻ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാളുകളുടെ കാര്യങ്ങൾ നമ്മളെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴും പേരൻസ് തന്നെയാണ് അവരുടെ ഒരു ഫ്യൂച്ചർ നോക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ പേരൻസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ട് വരാറില്ല. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ, നമ്മളൊരു കോളേജിൽ വരുമ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയ പിള്ളേർ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്നവരെ വിളിച്ച് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇവിടെ ആണല്ലോ പഠിച്ചത്, അലുമിനി അല്ലേ. ആ ഒരു പ്രോസസ്സും വളരെ എൻജോയ് ചെയ്ത ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് വിളിച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ അലുമിനിയംസിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലേ, സർട്ടൻ ടെസ്റ്റിമോണിയൽസ് ദാറ്റ് യു ഓൾറെഡി ഗോട്ട്?
യെസ്. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഏതൊരു ഹോസ്പിറ്റൽ എടുക്കുവാണെങ്കിലും അവിടെ ആദ്യയിലൊരു സ്റ്റുഡൻ്റ് ഉണ്ടാകും എന്നുള്ളത്. അത് ഏത് മേഖല, ഇപ്പോൾ ഈവൻ ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന ഒരുപാട് കമ്പനികളിൽ ആദ്യമുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റുഡൻസിന് ഈ പറയുന്ന അലുമിനീസിൻ്റെ നമ്പർ കൊടുക്കും, അവർ വിളിച്ച് സംസാരിക്കും. മീൻസ് അതിലുപരി അവർ ജോലി കിട്ടിയോ എന്നല്ല, ഈ ജോലി എങ്ങനെയുണ്ട് നമുക്ക് കൂടെ ചെയ്യാം. ഇപ്പോൾ ഈവൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സൈറ്റിൽ പോയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ജോലിയൊക്കെ ഈസിയാണോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികളാണോ എന്നൊക്കെ പല സ്റ്റുഡൻസും അന്വേഷിക്കാറുണ്ട്. ഒരുപാട് അലുമിനീസ് ഉണ്ട് നമുക്ക് ഇതുപോലുള്ള നമ്മൾ പല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഇതുപോലുള്ള ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഇറക്കി നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. ഈവൻ കമ്പനിയിൽ ഡയറക്റ്റ് നമ്മൾ പോയി സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സ്റ്റുഡൻസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. യെസ്. പിന്നെ ഇപ്പം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എടുക്കാൻ വരുന്നവരെ പറ്റി പറഞ്ഞു. അതല്ലാതെ നോക്കുമ്പോൾ ഫാക്കൽറ്റീസ്, അതും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫാക്കൽറ്റീസിൻ്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് ദാറ്റ് പറയുക. ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഈ പറയുമ്പോൾ എസ്പെഷ്യലി ഈ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എടുക്കുവാണെങ്കിൽ ഹൈ സാലറി വാങ്ങിക്കുന്നൊരു ഫീൽഡാണ് ഈ പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ 5-10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റികളെ കിട്ടുക അതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മൾ കറക്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് അതിൻ്റെ മീൻസ് പഠിപ്പിക്കാനും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. കാരണം ഓൾറെഡി ഇത്രയും ഡിമാൻഡുള്ളൊരു മേഖലയിൽ നിന്നാണ് അവർ നമ്മുടെ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ടീച്ചിങ്ങിനും കൂടെ ഒരു പാഷനായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ ഈ ഒരു നാട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ, ഇതുപോലുള്ള സെൻറ്ററുകളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ഉള്ള ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഈ പറയുന്ന നല്ല ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷന് മറ്റൊരു പ്രത്യേകതയിൽ പറയുന്ന ഒരു കാര്യമാണ്. ഏതൊരു കോഴ്സ് എടുക്കുവാണെങ്കിലും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. മീൻസ് അക്കാഡമിക്കലി മാത്രമല്ല ഈ പറഞ്ഞ വർക്ക് എക്സ്പീരിയൻസ്, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു കോളേജിൽ പോയിട്ട് ഇന്നൊരു കോഴ്സ് പഠിച്ചു അത് കഴിഞ്ഞ് നേരെ അവനെ പഠിപ്പിക്കാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഡസ്ട്രിയായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളാണ് നമ്മളവിടെ ക്ലാസ്സുകൾ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ നോർമൽ കോഴ്സുകളല്ലല്ലോ, അപ്പോൾ ഇതുപോലുള്ള കോഴ്സുകൾക്കിടയിൽ ഈ ഒരു മിസ്കൺസെപ്ഷൻ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ പൊതുവേ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവും ആൾക്കാർക്ക്, ഇതങ്ങനെ ഇങ്ങനെ, എസ്പെഷ്യലി ഒരു നോർമൽ കോഴ്സുകളല്ല ടെക്നിക്കൽ അല്ലെങ്കിലുള്ള കോഴ്സുകളാകുമ്പോൾ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ശരിക്കും? എൻ്റെ ഒരു അറിവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടാണ് സ്റ്റുഡൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ടിങ് സാലറി ഇത്രയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു കോർപ്പറേറ്റ് വേൾഡിൽ ഞാൻ ഇന്ന പൊസിഷനിലായിരിക്കും. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇതിൻ്റെ ട്രാൻസ്പെറൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അത് ദാറ്റ്സ് മെയിൻ തിങ്. കാരണം നമ്മൾ തന്നെ ജസ്റ്റ് ഇൻ്റർഫിയർ ചെയ്ത് വരുന്നുണ്ടല്ല, സോഷ്യൽ മീഡിയയിലാണെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോഴാണെങ്കിലും ഫ്രം സ്റ്റാർട്ടിങ് സാലറി 50,000 60,000 എന്നൊക്കെ പറഞ്ഞ് അത് അട്രാക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ. ജോയിൻ ബ്രാൻഡ് നോക്കാതെ ജോയിൻ ചെയ്യും. അതാണ് പലരും ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ 1-2 ആളുകൾക്ക് ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ സാലറിയിൽ ജോലി കൊടുക്കാൻ പറ്റും. അതൊരിക്കലും ഇവൻ ഇവിടെ പഠിച്ചതുകൊണ്ടല്ല, ആ പേഴ്സണലി അവൻ അതിനുള്ളൊരു കഴിവുള്ളത് കൊണ്ടാണ് അവൻ ആ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും ഇവന് ഒരു ജോബിൽ ഒരു പെർട്ടിക്കുലർ സാലറി, സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞാൽ അവന് എക്സ്പീരിയൻസ് ഇല്ല, ഒരു ഫ്രഷറാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് സ്റ്റാർട്ടിങ് സാലറി എത്രയായിരിക്കും അത് വളരെ ക്ലിയർ ആണ്. അതാണ് എൻ്റെ ഇതിൽ പറയാനുള്ളൊരു കാര്യം. പല ആളുകളും മിസ്ഗൈഡ് ചെയ്യുന്നൊരു കാര്യമാണ് അത്. ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഇത്ര രൂപ നിനക്ക് സാലറി കിട്ടും, പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ജോലി കിട്ടും, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ GCCയിൽ ഇന്ന കമ്പനിയിൽ ജോലി കിട്ടും. അതൊന്നും ഒരിക്കലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങൾ ഇത്ര രൂപ സാലറി എന്ന് പറയുന്നതിലുപരി പഠിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കും. ഇത്ര സ്റ്റേജ് വരെ നിനക്ക് ഇന്നതായിരിക്കും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്, അതിനപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നിനക്ക് പേഴ്സണലി ഇന്ന കാര്യങ്ങൾ നോളജ് വേണം, എങ്കിൽ മാത്രമേ നിനക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത് പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഒക്കെ വരുന്ന ടൈമിലാണെങ്കിലും ഈ വരുന്ന ടൈമിലാണെങ്കിലും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും പാരൻസ് ആയിരിക്കാം കൂടുതൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആവാം. അപ്പോൾ അവർക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അവർക്ക് നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ പല രീതിയിൽ നമ്മളുടെ അഡ്വർടൈസിങ് പോകുന്നുണ്ട്, ആ ഒരു രീതിയിൽ അവർക്ക് നമ്മളിലേക്ക് വരാം. അതല്ലാതെ നമുക്ക് കേരളത്തിലെ ഏത് ഭാഗത്തുള്ള ആളുകൾക്ക് ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനിൽ നമ്മളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം, കാലിക്കട്ട്, എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ ബേസ് ചെയ്തൊക്കെ നമുക്ക് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളിലേക്ക് വന്നാൽ ആദ്യം ഈ പറഞ്ഞ രീതിയിലുള്ള കൗൺസിലിംഗ് സെക്ഷൻ ആയിരിക്കും ഫസ്റ്റ് അല്ലേ? അതെ.
അതിനുശേഷമായിരിക്കും സ്റ്റുഡൻറ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് ആപ്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുക. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് നമ്മൾ തന്നെ ചെക്ക് ചെയ്യും കോഴ്സുമായിട്ട്. ദാറ്റ്സ് ഗുഡ്. അല്ലാതെ വെറുതെ വന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഒരു 1 hour കൗൺസിലിംഗ് സെഷൻ ഉണ്ട് നമുക്ക്. അതിനുശേഷമാണ് ഇവന് ഇന്ന കോഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്ന് മാറി ഇന്ന കോഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യേണ്ട കോഴ്സുകളോ, അങ്ങനെയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു കൗൺസിലിങ്ങിന് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. ഇപ്പോൾ ഒരു കുട്ടി വന്നു, ദേ ആർ റെഡി ടു പേ ദ ഫീ ആൻഡ് എവറിത്തിങ്. പാരൻസ് ഓൾസോ സെഡ് ഓക്കെ ഗോ ഓൺ എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ കൗൺസിലിംഗ് എടുത്തു, ആക്ച്വലി ആ കുട്ടിക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല, പാരൻസിൻ്റെ ഇതുകൊണ്ട് അല്ലെങ്കിൽ വോട്ടെവർ ആപ്റ്റ് അല്ല എന്ന് തോന്നി, അത് ക്യാൻസൽ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലോട്ട് ഒരുപാട് പേരൻസ് ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടെ വരുന്നൊരു കോഴ്സാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ വരുമ്പോഴേ നമ്മുടെ കൗൺസിലിംഗ് കഴിയും. കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം മീൻസ് ആ കൗൺസിലിംഗ് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് പഠിച്ചു കഴിഞ്ഞ് ഇന്ന സ്ഥലങ്ങളിലായിരിക്കും ജോലി, ഇന്ന മീൻസ് കുറച്ചും കൂടെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇന്ന ലൊക്കേഷൻസിലൊക്കെ ആയിരിക്കും ജോബ് വരിക, സ്റ്റാർട്ടിങ്ങിൽ ഇന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ജോബ് വരിക എന്ന് പറയുമ്പോൾ പേരൻറ്റ് പറയും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പറയും ആണല്ലേ ഓക്കെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. വേണമെങ്കിൽ അവൻ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റി അഡ്മിഷൻ എടുക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. ആഫ്റ്റർ കോഴ്സ് അവനൊരു പെർട്ടിക്കുലർ ജോബിലേക്ക് എത്താൻ പറ്റണം. അതാണ് നമ്മൾ കോഴ്സ് പഠിച്ച് വെറുതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയുന്ന എപ്പോഴും ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യുമ്പോൾ ഇതൊന്നും കൂടുതലും ഒരു 90% ആളുകളും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുന്ന ആളുകളല്ല. കൂടുതലും ആളുകൾ നല്ലൊരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടും ജോലിയിലേക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ അത് നമ്മൾ സ്റ്റുഡൻസിനെ പറഞ്ഞ് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം അത് കൺവേ ചെയ്യുന്ന രീതി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ പറയേണ്ടി വരില്ലേ? അതെങ്ങനെ അത് അതിൻ്റെ ഒരു ലൈക്ക് എന്ന് വെച്ചാൽ ഇഫ് ഹി ഓർ ഷീ ഈസ് നോട്ട് ആപ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ കോഴ്സ് ആഫ്റ്റർ ദ കൗൺസിലിംഗ് സെഷൻ, അല്ല അത് ഈവൻ സ്റ്റുഡൻസ് തന്നെ അത് മനസ്സിലാക്കുന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അഡ്വാൻറ്റേജ് മാത്രം പറയുമ്പോഴാണ് അവനത് എടുക്കണം, അതിനകത്തേക്ക് ഒരു ഇൻട്രസ്റ്റ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് കൂടെ പറയുമ്പോൾ അവന് മനസ്സിലാവും അയ്യോ ശരിയാണ് ഇതെനിക്ക് പറ്റില്ല. പിന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റേതെങ്കിലും കോഴ്സുകളിലേക്ക് നമുക്ക് പറ്റുമോ, അപ്പോൾ എനിക്ക് ഈ കോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ നമുക്കില്ലാത്ത കോഴ്സുകളാണെങ്കിലും നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ഇന്ന കോഴ്സുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ബോയ്സ്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു 4 വർഷം ഡിഗ്രിക്ക് പോകാനായിട്ടുള്ള മൈൻഡ് കാണത്തില്ല. പേരൻസിന് അതെ, അവൻ ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. പേരൻസ് ഓൾറെഡി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വന്ന് ഇവന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കുക, കൂടുതൽ പ്രാക്ടിക്കലി കാര്യങ്ങൾ ഇത് ചെയ്യുക, ഒരു സാധനം മോൾഡ് ചെയ്തെടുക്കുക, അങ്ങനത്തെയൊക്കെ താല്പര്യമുള്ളതാണെന്ന് പേരൻസ് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ആപ്റ്റാണ്. കാര്യങ്ങൾ പ്രാക്ടിക്കലി ഇവനെ വർക്ക് എന്താണെന്ന് പഠിപ്പിക്കുവാണ്. കൂടുതൽ പഠിക്കാൻ വരുന്നില്ല. ഡിഗ്രി 4 വർഷം പോയിരുന്ന് പഠിക്കുന്ന കണക്ക് പഠിക്കാൻ വരുന്നില്ല, പെട്ടെന്ന് ജോബിലേക്ക് എത്താം. അങ്ങനത്തെ ബോയ്സിന് കുറച്ച് ആളൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡുണ്ട്. ഇരുന്ന് പഠിക്കാനോ കാണാതെ പഠിക്കാനോ എനിക്ക് താല്പര്യമില്ല, പെട്ടെന്ന് ജോബിലേക്ക് പോകാം, ഞാൻ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ താല്പര്യമാണ്. അങ്ങനെ പേരൻസ് ആദ്യം തന്നെ പറയും. അപ്പോൾ അവർക്ക് നമ്മൾ വിത്തൗട്ട് ഡൗട്ട് ഇത് പറയും, ഓയിൽ ആൻഡ് ഗ്യാസ് ആപ്റ്റാണ് എന്നുള്ളത് പറയാം. എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റനും വൈ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു. അതിനിപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു ഫ്യൂച്ചർ വിഷൻ, അല്ലെങ്കിൽ വിഷൻ ഓൾറെഡി നമുക്കറിയാം, എന്നാലും നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ നോക്കുമ്പോൾ ഫ്യൂച്ചർ വിഷൻ എന്തായിരിക്കും? കുറേ കൂടെ ബ്രാഞ്ചുകൾ വരാനുള്ള പ്ലാനുകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലും ദുബായിലുമാണ് നമുക്കിപ്പോൾ. കേരളത്തിൽ എവിടെയൊക്കെയാണ് വരുന്നത്? കേരളത്തിൽ നമുക്ക് കൊച്ചി വരുന്നുണ്ട്, അതുപോലെ ട്രിവാൻഡ്രം വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്, മലപ്പുറം വരുന്നുണ്ട്, ഈവൻ കാലിക്കറ്റ് വരുന്നുണ്ട്. 5 ഡിസ്ട്രിക്റ്റുകളിലും ഓൾറെഡി നമ്മളുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഓൺഗോയിങ് വർക്ക് നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ദുബായിൽ നമുക്ക് ഓൾറെഡി സെൻറ്റർ ഉണ്ട്. ഇനി കേരളത്തിൻ്റെ പുറത്തോട്ട് ഈവൻ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ, മഹാരാഷ്ട്രയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബ്രാഞ്ചുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വരും വർഷങ്ങളിൽ. പിന്നെ ഇപ്പോൾ ന്യൂ ജോയിനീസിൻ്റെ ഒരു ടൈമും അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു നമ്മളുടെ അഡ്മിഷൻ ടൈമാണ് മെയിൻലി. അതായത് +2 കഴിഞ്ഞ് അല്ലെ ഡിഗ്രി കഴിഞ്ഞ് സ്റ്റുഡൻസ് ഇറങ്ങുന്ന ടൈമാണ് നമുക്ക് കൂടുതലും സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വരുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്ത് അവരെ പ്രോപ്പർ കോഴ്സുകളിലേക്ക് ഇത് ചെയ്യുക, അവരുടെ ട്രെയിനിങ്ങുകൾ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.